എപ്പിസോഡ് തുടക്കത്തിൽ കാണിക്കുന്നത് ബോന്തിത ഇങ്ങനെ ഓരോ കാര്യങ്ങൾ അവനോട് ചോദിക്കുകയാണ്, എന്തുകൊണ്ട് വിശ്വസിച്ചില്ല എന്നൊക്കെ ചോദിച്ചിട്ട് അവൾ അങ്ങനെ അവിടെ കിടന്നിട്ട് ഉറങ്ങി പോകുന്നുണ്ട്. പക്ഷെ അനിരുദ്ധ ശ്രദ്ധിക്കുന്നില്ല. അപ്പം അനിരുദ്ധ അതിന് ഉത്തരം കൊടുക്കുന്നുണ്ട്. ഞാൻ എങ്ങനെ ഒരാളുടെ ജീവിതം നന്നാക്കാൻ വേണ്ടിയിട്ട് മറ്റുള്ളവരുടെ ജീവിതം നശിപ്പിക്കുക, അപ്പം അതൊന്നും എനിക്ക് പറ്റില്ല, അപ്പം അതുകൊണ്ടൊക്കെയാണ് ഞാനിങ്ങനെയൊക്കെ ചെയ്തതെന്നൊക്കെ അവനിങ്ങനെ കരയുന്ന രീതിയിലൊക്കെ അവന് പറയുന്നുണ്ട്. ശരിക്കും അവൻ സൗദാമിനീനെ ആലോചിച്ചിട്ടാണ് ഇങ്ങനെയൊക്കെ പറയുന്നത്. അപ്പോൾ അങ്ങനെ അവൻ പെട്ടെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ബോന്തിത തന്നെ നോക്കുമ്പോൾ ബോന്തിത അവിടെ കിടന്ന് ഉറങ്ങിയിട്ടുണ്ടാവും. അപ്പോൾ അവനിങ്ങനെ തന്നെ എന്ന് പറയാണ്, ബോന്തിത ഇപ്പം നീ എന്നോട് വന്ന് സംസാരിച്ചത് ഏതായാലും നന്നായി. ഇപ്പം എനിക്ക് ഒരു കാര്യം ഒരു തീരുമാനം എൻ്റെ മനസ്സിൽ വന്നു എന്ന് പറഞ്ഞിട്ട് അവന് ഒരു ടെലിഫോണിൽ സംസാരിക്കാൻ വേണ്ടിയിട്ട് പോകുന്നുണ്ട്. എന്നിട്ട് സൗദാമിനെ അവൻ വിളിക്കുകയാണ്. എന്നിട്ട് പറയാണ്, നീ കരഞ്ഞിട്ട് അവൻ പറയുന്നുണ്ട്, നീ എനിക്ക് എൻ്റെ ഉത്തരവാദിത്വം തന്നെയാണ്, ബോന്തിതൊക്കെ ഉള്ള പോലെ അതേപോലെ ഇമ്പോർട്ടൻസ് നിനക്കും ഞാൻ തരുന്നുണ്ട്. അപ്പോൾ നീയും ഇനി മുതൽ എൻ്റെ ഉത്തരവാദിത്തമാണ്, പകുതി ബോന്തിതയ്ക്കും പകുതി നിനക്കും എന്ന് അവൾക്ക് വിളിച്ചിട്ട് കരഞ്ഞിട്ട് പറയുന്നുണ്ട്. അങ്ങനെ ഫോൺ വെച്ചതിന് ശേഷം സൗദാമിനി അവളുടെ അച്ഛനോട് പറയുന്നുണ്ട്, നമ്മളുടെ പ്ലാൻ വർക്കൗട്ടായി തുടങ്ങി എന്നൊക്കെ പറഞ്ഞിട്ട് അവർ തമ്മിൽ സംസാരിക്കുന്നൊക്കെ ഉണ്ട്. അതിനുശേഷം ബോന്തിനെ കാണിക്കുകയാണ്. ബോന്തിത ഇങ്ങനെ ദേവിയോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് സൗദാമിനിയുടെ കാര്യം പറയുന്നുണ്ട്, അവളുടെ വേഗം മാറ്റി കൊടുക്കാനൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അതിനുശേഷം അവൾ അടുക്കളയ്ക്ക് പോവുകയാണ്. അപ്പോൾ അടുക്കളയ്ക്ക് പോയിട്ട് ബിഹാരിയോട് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ പറയുന്നുണ്ട്, എന്തൊക്കെ ഫുഡ് എന്ന് അവൾ ഉണ്ടാക്കണമെന്ന് ത്രിലോചൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതിനെക്കുറിച്ച് അപ്പോൾ ബിഹാരി ഓരോന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ബ്ലാക്ക് ടീ ഉണ്ടാക്കണം, ബട്ടൂക്കിന് വിദേശത്തെ ചായ ഒക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് അവൾക്ക്. അപ്പോൾ അവൾ പറയണത് എന്തപ്പോൾ ഇത് ഓരോരുത്തർക്കും ഓരോന്നും എല്ലാവരും ഒരുമിച്ച് കഴിക്കലല്ലേ നല്ലത്, അപ്പോൾ ഒരേ ഭക്ഷണം എന്താ കഴിച്ചുകൂടെ എന്നൊക്കെ പറയുമ്പോൾ അവൾക്ക് ത്രിലോചൻ വന്നിട്ട് അവൾക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്, പുരുഷന്മാർക്ക് ഏറ്റവും നല്ല ഭക്ഷണമൊക്കെയാണ് കഴിക്കുക, സ്ത്രീകൾ ഇപ്പം എന്ത് കഴിച്ചാലും പ്രശ്നമൊന്നുമില്ല, അവർക്ക് അങ്ങനെയാണ് കഴിക്കാൻ പാടുള്ളൂ, പുരുഷന്മാർ ഏറ്റവും നല്ല ഭക്ഷണം കഴിക്കണം, അവർക്ക് ഇഷ്ടമുള്ളത് കഴിക്കാമെന്നൊക്കെ ത്രിലോചൻ അവൾക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. പിന്നെ സൗരഭിൻ്റെ വീടാണ് കാണിക്കുന്നത്. അപ്പോൾ അവിടെ സമ്പൂർണ്ണയുടെ അച്ഛനും അമ്മയും വന്നിട്ടുണ്ട്. അപ്പോൾ അവരോട് സൗരഭിൻ്റെ വീട്ടുകാർ സമ്പൂർണ്ണ ഗർഭിണിയാണെന്നൊക്കെ അവരോട് പറയുന്നുണ്ട്. അപ്പോൾ ഇത് കേട്ടിട്ട് അവർ നന്നായിട്ട് സന്തോഷിക്കുന്നൊക്കെ ഉണ്ട്. അപ്പോൾ സൗരഭിൻ്റെ അമ്മ പറയാണ്, ഈ സമയത്ത് പെൺകുട്ടികൾ ഏറ്റവും കൂടുതൽ അവരുടെ അമ്മമാരോട് സംസാരിക്കാനൊക്കെ അല്ലേ ആഗ്രഹിക്കുക, അപ്പോൾ നിങ്ങൾ പോയി സംസാരിച്ചോന്ന് സമ്പൂർണ്ണയോടും അവളുടെ അമ്മയോടും ആ സ്ത്രീ പറയുന്നുണ്ട്. പിന്നെ ബോന്തിതനെ കാണിക്കുകയാണ്. ബോന്തിത ഇങ്ങനെ ചായ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ബിഹാരി പറയാൻ, വായോ നമുക്ക് ചായ ഉണ്ടാക്കാമെന്ന് പറയുന്നുണ്ട്. എന്നിട്ട് അനിരുദ്ധിന് അവൻ കോഫിയാണ് ഉണ്ടാക്കുന്നത്, അവൻ കോഫിയാണ് കുടിക്കുക. അപ്പോൾ അതുകൊണ്ട് കോഫിയൊക്കെ ഉണ്ടാക്കിയിടുന്നുണ്ട്. എന്നിട്ട് അവൾ കൊടുക്കാൻ വേണ്ടിയിട്ട് അവൻ്റെ റൂമിലേക്ക് പോകുമ്പോൾ അവൻ ഇങ്ങനെ ഫോൺ വെച്ചിട്ട് നിൽക്കുന്നുണ്ടാവും. പുതിയ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് എങ്ങോട്ടോ പോകാൻ നിൽക്കുന്ന രീതിയിൽ അവൻ നിൽക്കുന്നുണ്ടാവും. അപ്പോൾ ഇത് കണ്ടിട്ട് ബോന്തിത ആകെ പേടിച്ചിട്ട് ഇങ്ങനെ മനസ്സിലാലോചിക്കുന്നുണ്ട്, അല്ല ഇന്നിപ്പോൾ ടീച്ചർ വരുമ്പോൾ ആളിവിടെ ഉണ്ടാവാന്നൊക്കെ എനിക്ക് വാക്ക് തന്നാലും ഇപ്പം ഈ നേരത്ത് എങ്ങോട്ടോ പോകാൻ നിൽക്കണമെന്ന് അവളിങ്ങനെ മനസ്സിലാലോചിക്കുകയാണ്. ഇത് ഫോൺ വിളിയൊക്കെ കഴിഞ്ഞിട്ട് അവളുടെ അടുത്തേക്ക് വരുമ്പോൾ അവൾ അവനോട് ചോദിക്കുകയാണ്, എങ്ങോട്ടാ പോകണമെന്ന് ചോദിക്കുമ്പോൾ അവൻ പറയുകയാണ്, എനിക്ക് നീ അല്ലാതെ വേറൊരു ഉത്തരവാദിത്വം കൂടി ഉണ്ട്, അപ്പോൾ അത് നോക്കാൻ വേണ്ടിയിട്ട് എനിക്ക് പോയേ പറ്റുള്ളൂ എന്ന് അവളോട് പറയുമ്പോൾ അവൾ പറയുകയാണ്, ഭാര്യനെക്കാട്ടിയും കൂടുതൽ വലിയ ഉത്തരവാദിത്വം നിങ്ങൾക്ക് ഉണ്ടാതെ ഏതാന്നൊക്കെ ചോദിക്കുമ്പോൾ അവൻ പറയുന്നുണ്ട്, സൗദാമിനി എൻ്റെ ഉത്തരവാദിത്തമാണ്, അപ്പോൾ അവൾ എൻ്റെ ഫ്രണ്ടാണ്, അപ്പോൾ അവൾ എൻ്റെ ഉത്തരവാദിത്തമാണ്, അപ്പോൾ ഞാൻ അവളെ നോക്കുക തന്നെ വേണം, അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ പോകുന്നതെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അവൾ പറയുകയാണ്, എനിക്ക് തന്ന വാക്ക് പാലിക്കാണ്ട് തന്നെ പോകുന്നത്, അപ്പോൾ ഇന്ന് ടീച്ചർ വരുമ്പോൾ എൻ്റെ കൂടെ ഇരിക്കാമെന്നൊക്കെ അല്ലേ പറഞ്ഞിട്ടുണ്ടായിരുന്നത്, എന്നിട്ട് ഇപ്പോൾ എന്താ പോകണമെന്ന് പറയുമ്പോൾ അവൾക്ക് വയ്യ, അപ്പോൾ അവളിനെ ഡോക്ടറെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് അവൻ പോകുന്നത്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ബോന്തിത ഒന്നും പറയുന്നില്ല, കാരണം സൗദാമിനീനെ അവൾക്ക് അത്ര ഇഷ്ടമാണ്, അവളുടെ ഈ അസുഖം മാറാൻ വേണ്ടിയിട്ടാണ് അവൾ ആഗ്രഹിക്കുന്നത്. എന്നിട്ട് ബോന്തിത ഓടിപ്പോയിട്ട് അവളുടെ അമ്മ കൊടുത്ത ആ വിഗ്രഹം എടുത്തിട്ട് വരുന്നുണ്ട്. എന്നിട്ട് പറയാണ്, ഇത് സൗദാമിനി ചേച്ചിക്ക് കൊടുത്തോ, എനിക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഇതിനോട് സംസാരിച്ചാൽ എല്ലാം മാറ്റി തരുന്ന എൻ്റെ അമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ദേവിയോട്, അപ്പോൾ ഇത് സൗദാമിനി ചേച്ചിക്ക് കൊടുത്തു എന്ന് അവൾ പറയുന്നുണ്ട്. എന്നിട്ട് അവൾ പറയാണ്, സൗദാമിനി ചേച്ചിയുടെ അച്ഛൻ പറഞ്ഞല്ലോ, ഞാൻ എന്തോ സൗദാമിനി ചേച്ചിയുടെ നിന്ന് തട്ടിയെടുത്തു എന്നോ അങ്ങനെ എന്തോ സാധനം ഞാൻ തട്ടിയെടുത്തു എന്ന് പറഞ്ഞില്ല, ആ സാധനം എന്താണെന്ന് അനിരുദ്ധിനോട് അവൾ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അനിരുദ്ധ ഒന്നും പറയാനില്ലാണ്ട് നിൽക്കുകയാണ്. എന്നിട്ട് ബോന്തിത പറയുന്നുണ്ട്, അല്ല ഇനിയിപ്പോൾ ആ സാധനം എന്താണെന്ന് അറിഞ്ഞാൽ എനിക്കത് തിരിച്ചു കൊടുക്കാമല്ലോ, അപ്പോൾ അതെന്താണെന്ന് അറിയുമോയെന്ന് അനിരുദ്ധിനോട് ചോദിക്കുമ്പോൾ അനിരുദ്ധ അതിനൊന്നും ഇടുന്നില്ല. എന്നിട്ട് അനിരുദ്ധ പെട്ടെന്ന് അവിടെ കൊടുന്ന് വെച്ച് ആ കോഫിയൊക്കെ നോക്കിയിട്ട് പറയാണ്, അല്ല ഇതെന്താ ബോന്തിത നീ എനിക്ക് വേണ്ടിയിട്ട് കൊടുന്നേക്കണമെന്ന് ചോദിക്കുമ്പോൾ ബോന്തിത പറയാണ്, ഇതാണ്, അവൾക്ക് ശരിക്കും കോഫി എന്ന് പറയാൻ പറ്റുന്നുണ്ടാവില്ല, അവളിങ്ങനെ കാ പറഞ്ഞിട്ട് ലാസ്റ്റ് കാപ്പി എന്ന് പറയാണ്. അപ്പോൾ അത് കേട്ടിട്ട് അനിരുദ്ധ ചെറുക്കുന്നുണ്ട്, എന്ത് കാപ്പി എന്നല്ല പറയുക, കോഫി എന്നാണ് പറയുക ബോന്തിത എന്ന് പറഞ്ഞിട്ട് അവൻ തിരുത്തി കൊടുക്കുമ്പോൾ അവൾ പിന്നെ അത് തെറ്റിച്ചിട്ട് തന്നെ പറയുന്നത്. അനിരുദ്ധ അവളോട് പറയുന്നുണ്ട്, ഞാൻ എന്തായാലും വേഗം പോയിട്ട് തന്നെ വരാം, അപ്പോൾ നീ ഇവിടെ അടങ്ങി ഒതുങ്ങിയിട്ട് ഒരു വികൃതിയും കാണിക്കാതെ ഇരിക്കണമെന്ന് അവളോട് പറയുമ്പോൾ അവന് വാക്ക് കൊടുക്കുകയാണ്, ഞാൻ ഒന്നും ചെയ്യില്ല, ഞാൻ ഇനി ഇന്നലത്തെ പോലെ ഓടുമൊന്നുമില്ല, ഞാൻ അതേപോലെ തന്നെ അവിടെ ഇരിക്കും, വേഗം വന്നാൽ മതി എന്ന് അവൾ അവനോട് പറയുന്നത്. അങ്ങനെ അവന് സൗദാമിൻ്റെ അടുത്തേക്ക് പോവുകയാണ്.
അപ്പോൾ ബോന്തിത്ത് അങ്ങനെ ഒന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. പതിബാബുവിനെ വേഗം തന്നെ ഇങ്ങോട്ട് പറഞ്ഞേക്കണേ ദേവി എന്ന് പറഞ്ഞിട്ട് അവൾ പ്രാർത്ഥിക്കുന്നുണ്ട്. പിന്നെ ബട്ടൂക്കിനെ കാണിക്കുകയാണ്. ബട്ടൂക്ക് ഒരു നായനായിട്ട് ഹവേലിക്ക് കയറി വരികയാണ്. അപ്പോൾ ഇത് കണ്ടിട്ട് ത്രിലോചന അവനെ നന്നായിട്ട് ചീത്ത പറയുന്നുണ്ട്. അപ്പോൾ അടി കിട്ടുമെന്ന് പറയുമ്പോൾ ബോന്തിത്ത് അത് കേട്ടിട്ട് നിന്ന് ചിരിക്കുന്നുണ്ട്. അപ്പോൾ സൗദാമിനി കാണിക്കുകയാണ്. സൗദാമിനിയോട് അനിരുദ്ധ ഡോക്ടറെ അടുത്തേക്ക് പോകാമെന്ന് പറയുമ്പോൾ അവൾ അതിന് വേണ്ടിയിട്ട് സമ്മതിക്കുന്നില്ല. കാരണം ഇതൊക്കെ ഡോക്ടറെ അടുത്ത് പോയ എല്ലാ കള്ളിയും വിളിച്ചു തോലോ, എല്ലാം അവളുടെ എല്ലാ സത്യങ്ങളും എല്ലാവരും അറിയുമല്ലോ. അപ്പോൾ അവൾ എന്തായാലും പോകാൻ വേണ്ടിയിട്ട് സമ്മതിക്കുന്നില്ല. അപ്പോൾ അനിരുദ്ധ് പറയാണ് ഞാൻ നിന്നെ കൊണ്ടുപോവുക തന്നെ ചെയ്യും എന്നൊക്കെ പറയുമ്പോൾ അവൾ പറയാണ് ബോന്തിത്തയുടെ പഠിപ്പല്ല ഇപ്പോൾ വലുത്, ബോന്തിത്തേനെ പഠിപ്പിക്കാൻ ടീച്ചർ വരും, അപ്പോൾ നിൻ്റെ അത്യാവശ്യമാണ് അവിടെ, അപ്പോൾ നീ അവിടെ വേണം എന്ന് അനിരുദ്ധിനോട് അവൾ പറയുന്നുണ്ട്. പിന്നെ ത്രിലോചൻ ബട്ടൂക്കിനോട് ചീത്ത പറഞ്ഞപ്പോൾ അവൻ ആ നായനെ കൊണ്ടിട്ട് പുറത്താക്കുന്നുണ്ട്. അപ്പോൾ ത്രിലോചൻ അവനോട് പറയാണ് നീ ഇപ്പോൾ നായനെ അകത്ത് കയറ്റിയില്ല, അപ്പോൾ അതിനുള്ള ശിക്ഷ നിനക്ക് കിട്ടുക ചെയ്യുമെന്ന് പറയുമ്പോൾ ബോന്തിത്ത പറയാണ് അപ്പോൾ എന്താ അവനെ കൊണ്ടും ആട്ട ഇങ്ങനെ പൊടിയാക്കാൻ, ഗോതമ്പ് പൊടിയാക്കാൻ പോവുകയാണോ എന്ന് ചോദിക്കുമ്പോൾ ത്രിലോചൻ പറയാണ് അതൊന്നും ആണുങ്ങൾക്ക് പറഞ്ഞിട്ടുള്ളതല്ല, അവന് ഞാൻ ശിക്ഷ കൊടുക്കാമെന്ന് പറഞ്ഞത്, ഇന്ന് രാവിലെ അവന് ഞാൻ ഭക്ഷണം കൊടുക്കില്ല അതാണെന്ന് പറയുമ്പോൾ ബട്ടൂക്ക് പറയണേ എന്ന് പറഞ്ഞിട്ട് അവനെ ആകെ വിഷമിച്ചിട്ട് നിൽക്കുന്നുണ്ട്. പിന്നെ സമ്പൂർണ്ണനെ കാണിക്കുന്നുണ്ട്. അപ്പോൾ സമ്പൂർണ്ണ അമ്മയും കൂട്ടിയിട്ട് സംസാരിക്കുകയാണ്. അപ്പോൾ സമ്പൂർണ്ണ പറഞ്ഞ് ഇതൊക്കെ വെച്ചിട്ട് അമ്മയ്ക്ക് മനസ്സിലാവാണ് ഇവർ തമ്മിലൊന്നും നടന്നിട്ടില്ല, അവൾ ഗർഭിണിയല്ല എന്ന് അമ്മയ്ക്ക് മനസ്സിലാവുന്നുണ്ട്. എന്നിട്ടും അമ്മ പറയാണ് നീ ഒരിക്കലും ഇതൊന്നും ആരോടും പോയി പറയരുത്, നീ ഗർഭിണിയല്ല എന്ന് പറയരുത്, കാരണം ഇത് പറഞ്ഞാൽ ഇപ്പം എല്ലാവരും നിന്നോട് ആ സ്ത്രീധനത്തിൻ്റെ കാര്യം ചോദിച്ചിട്ട് വരും, അപ്പോൾ അത് നമ്മൾ കൊടുക്കണ വരെ നീ ഇത് ആരോടും പറയരുത്, നീ പ്രഗ്നൻ്റ് ആണെന്ന് തന്നെ എല്ലാവരോടും പറയണമെന്ന് അമ്മ പറഞ്ഞു കൊടുക്കുകയാണ്. അതായത് ബോന്തിത്തയുടെ മാമി സമ്പൂർണ്ണക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. പിന്നെ ബോന്തിത്തേനെ കാണിക്കുകയാണ്. അപ്പോൾ ബോന്തിത്ത പറയാണ് ഇനിയിപ്പോൾ ബട്ടൂക്കിന് ഫുഡ് വേണമെങ്കിൽ ഞാൻ തരാമല്ലോ, എൻ്റെ ഫുഡിൽ നിന്ന് ഞാൻ പകുതി തരാമെന്ന് പറയുമ്പോൾ ബിഹാരി പറയുന്നത് കണ്ടില്ലേ ചോട്ടി മാൽക്കിന് എത്ര വലിയ മനസ്സാണുള്ളത് എന്ന് പറയുമ്പോൾ ബട്ടൂക്ക് അതിൻ്റെ കളിയാക്കിയിട്ട് പറയുന്നത് എൻ്റെ കയ്യിലും വലിയ എന്ന് പറയുമ്പോഴേക്കും ബോന്തിത്ത പറയണം വലിയ വയറുണ്ട് എന്ന് പറഞ്ഞിട്ട് അവൾ ചിരിക്കുന്നുണ്ട്. പിന്നെ അനിരുദ്ധിനെ കാണിക്കുന്നുണ്ട്. അനിരുദ്ധ് സൗദാമിനിയോട് ഇങ്ങനെ ഓരോന്ന് പറഞ്ഞിട്ട് ഡോക്ടറെ അടുത്ത് കൊണ്ടുപോകാൻ നോക്കുമ്പോൾ അവൾ വരില്ല എന്ന് പറയാണ്. അപ്പോൾ അവളുടെ കൈ പിടിച്ചിട്ട് വലിച്ചിട്ട് കൊണ്ടുപോകുന്നുണ്ട് അവളെ. പിന്നെ ബോന്തിനെ കാണിക്കുകയാണ്. ബോന്തിത്ത ഇങ്ങനെ ഒരലിൽ ഇങ്ങനെ മിളകില്ല, ഉണക്ക മിളക് ഇങ്ങനെ ഇട്ടിട്ട് ഇടിക്കുന്നുണ്ട്. അത് മുളക് പൊടിയാക്കി എടുക്കുകയാണ് അവൾ. അപ്പോൾ അവൾ കഷ്ടപ്പെട്ടിട്ട് ഒരലിൽ ഇങ്ങനെ ഇട്ടിട്ട് ഇടിക്കുകയാണ്. അപ്പോൾ അവൾക്ക് ത്രിലോചൻ വന്നിട്ട് നല്ലപോലെ ഇടിക്കാമെന്നും പറയുന്നുണ്ട്. ഇത് കഴിഞ്ഞിട്ടാണ് അവൾക്ക് ടീച്ചറൊക്കെ വരിക. അപ്പോൾ ആ ടെൻഷനുണ്ട് ബോന്തിതയ്ക്ക്. എന്നിട്ട് അവളതിങ്ങനെ ഇടിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് ബട്ടൂക്ക് പുറത്താക്കിയിട്ടുള്ള ആ നായക്കുട്ടി ഇങ്ങനെ അകത്തേക്ക് വരുന്നത്. അപ്പോൾ അവൾ അതിൻ്റെ അടുത്തേക്ക് പോയിട്ട് അതിനെടുത്തിട്ട് അതിൻ്റെ കാലുമ്പം ഒരു മുറിയൊക്കെ ആയിട്ടുണ്ടാവും. അപ്പോൾ അതിന് മരുന്നൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒരു കൊട്ടയിലാക്കിയിട്ട് ഒരു ഭാഗത്ത് വെക്കുകയാണ്. എന്നിട്ട് അവൾ ആലോചിക്കുന്നുണ്ട് വേഗം എൻ്റെ പത്തിബാബു തിരിച്ചു വന്നാൽ മതിയായിരുന്നു, ആ ടീച്ചർ വരണകാട്ടി മുമ്പേ എന്നങ്ങനെ അവൾ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ആ മാഷ് അവിടേക്ക് വരികയാണ്. അതായത് അവളെ കഴിഞ്ഞ ദിവസം അടിച്ചില്ലേ ആ മാഷ് അവിടേക്ക് വരുന്നുണ്ട്. എന്നിട്ട് വെള്ളം അങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട്. ഇതിൻ്റെ ഇടയിൽ അനിരുദ്ധിനെ കാണിക്കുന്നുണ്ട്. അനിരുദ്ധ് സൗദാമിനിൻ്റെ ഡോക്ടറെ അടുത്തേക്ക് കൊണ്ടുപോയേക്കാണ്. എന്നിട്ട് ഡോക്ടറെ അടുത്തേക്ക് ചെന്നിട്ട് അവർ വെയിറ്റ് ചെയ്ത് നിൽക്കുമ്പോൾ സൗദാമിനി അനിരുദ്ധിൻ്റെ കണ്ണ് വെട്ടിച്ചിട്ട് ഡോക്ടറെ അടുത്തേക്ക് പോയിട്ട് എല്ലാ കാര്യങ്ങളും പറയാണ്. ഇങ്ങനെ ഞാൻ പറയുന്ന പോലെ പറയണം, അവനോട് എനിക്ക് നല്ല ബുദ്ധിമുട്ടുണ്ടെന്നോ എൻ്റെ കണ്ണിൻ്റെ കാഴ്ച നഷ്ടപ്പെട്ടു എന്നൊക്കെ, നഷ്ടപ്പെടും ഉടനെ തന്നെ എന്നൊക്കെ അങ്ങനെയൊക്കെ പറയാൻ വേണ്ടി ഡോക്ടറോട് പറയുന്നുണ്ട്. അങ്ങനെ ആ ഡോക്ടറിനെയും അവൾ കയ്യിലാക്കുകയാണ്. അങ്ങനെ അനിരുദ്ധിനെ ഡോക്ടറെ വിളിച്ചിട്ട് നുണയൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ്. അവളുടെ ഹെൽത്ത് അത്ര നല്ലതൊന്നല്ല, അവളുടെ കണ്ണിൻ്റെ കാഴ്ച ഉടനെ തന്നെ പോകും, അവളുടെ കേൾവിശക്തി അടക്കം പോകുന്ന ആ ഡോക്ടർ അവനോട് നുണ പറയുന്നുണ്ട്. അപ്പോൾ അവനാകെ നല്ല ടെൻഷനിലാണ് നിൽക്കുന്നത്. എന്നിട്ട് അവന് കാറിൻ്റെ കീ നോക്കുമ്പോൾ അവൻ്റെ കയ്യിൽ ഉണ്ടാവില്ല. അത് ശരിക്കും സൗദാമിയാവും എടുത്ത് വെച്ചിട്ടുണ്ടാവുക അവിടെ സമയം പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവൻ വേഗം ബോന്തിതയുടെ അടുത്ത് എത്തില്ലേ, അപ്പോൾ അവൾക്ക് അടിയൊന്നും കിട്ടില്ലല്ലോ. അപ്പോൾ അവളത് എടുത്ത് വെച്ചിട്ടുണ്ടാവും. അപ്പോൾ അവളിങ്ങനെ ആലോചിക്കുന്നുണ്ട് ഞാൻ പെട്ടെന്ന് തന്നെ നിന്നെ ഇവിടുന്ന് വിടാൻ ഉദ്ദേശിച്ചിട്ടില്ല എന്ന് സൗദാമിനി ഇങ്ങനെ ആലോചിക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ ബോന്തിതനെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ബോന്തിതനെ ആ മാഷ അടിക്കുന്നുണ്ട്, കയ്യുമ്പോൾ നല്ല അടി അടിക്കുന്നുണ്ട്. അപ്പോഴും അവൾ ഓടിപ്പോകുന്നൊന്നുമില്ല. അവന് കൊടുത്ത വാക്ക് അവൾ കളിച്ചിട്ട് എല്ലാം സഹിച്ചിട്ട് അവളവിടെ ഇരിക്കുകയാണ്. പിന്നെ സൗദാമിനെ കാണിക്കുന്നുണ്ട്. സൗദാമിനി ഇങ്ങനെ ഓരോന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെയും അനിരുദ്ധിനെ ബാഡാക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് അവൾ ശരിക്കും ഒരു പ്രാന്തത്തിയുടെ പോലൊക്കെയാണ് ബിഹേവ് ചെയ്യണത്. എന്നിട്ട് അവൾ ഓടിപ്പോയിട്ടൊരു അപ്പുറത്തിരിക്കുന്ന മഴ കൊടുത്തിട്ട് ഞാൻ മരിക്കും എന്ന് പറഞ്ഞിട്ട് അതിങ്ങനെ കഴുത്തിൽ വെക്കുമ്പോഴേക്കും അനിരുദ്ധ് വന്നിട്ട് തട്ടിത്തെറിപ്പിക്കുന്നൊക്കെ ഉണ്ട്. എന്നിട്ട് അവളോട് സംസാരിക്കുന്നുണ്ട്. അപ്പം ഞാൻ നിൻ്റെ ആരാന്നൊക്കെ സൗദാമിനെ അവൻ ചോദിക്കുന്നുണ്ട്. അവന് ശരിക്കും അവളോട് ഇഷ്ടമാണെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് അവളങ്ങനെ പറയുന്നത്. അപ്പോൾ അതേപോലെ തന്നെ ആണ് അനിരുദ്ധ അവളോട് പറയുന്നത്. അനിരുദ്ധ പറയുന്നുണ്ട് നിന്നെ എനിക്ക് ഇഷ്ടമാണ്, അതിപ്പോഴും എപ്പോഴും എന്നും അങ്ങനെ തന്നെ ആയിരിക്കും, നിൻ്റെ സ്ഥാനം വേറെ ആർക്ക് തട്ടിയെടുക്കാനൊന്നും പറ്റില്ല എന്ന് അവളോട് ഇങ്ങനെ പറയുന്നുണ്ട്. ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് അവളെ വിഷമിപ്പിക്കാൻ പാടില്ല എന്നൊക്കെ അവനോട് പറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ അതുകൊണ്ടൊക്കെ ആയിരിക്കും അവനങ്ങനെയൊക്കെ പറയുന്നത്.
സൗദാമിനി അനിരുദ്ധിനോട് പറയുന്നുണ്ട് അപ്പോൾ നമുക്ക് വീട്ടിലേക്ക് പോവാന്ന് പറയുമ്പോൾ അവനിങ്ങനെ ചാവി നോക്കുന്നുണ്ട്. അപ്പോൾ അവിടെ നിലത്ത് കിടക്കുന്നുണ്ടാവും. സൗദാമിനി അവിടെ ഇട്ടിട്ടുണ്ടാവും. അപ്പോൾ അവനത് എടുത്തിട്ട് കാർ എടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നുണ്ട്. പിന്നെ ആ നായക്കുട്ടീനെ കാണിക്കുകയാണ്. അപ്പോൾ ബോന്തിത്തേനെ ഇങ്ങനെ മാഷി പിന്നെ അടിച്ചുകൊണ്ടിരിക്കും. ആ നായക്കുട്ടി ആ കൊട്ടയിൽ നിന്ന് ആ ബോന്തിത്ത എടുത്ത് വെച്ചില്ല കൊട്ടയിൽ ആ നായക്കുട്ടീനെ. അപ്പോൾ അതിൽ നിന്ന് ചാടിയിട്ട് അവളുടെ അടുത്ത് ഓടി വന്നിട്ട് അടിക്കുമ്പോൾ ആ മാഷിൻ്റെ കയ്യുമ്മക്ക് കടിക്കുകയാണ് ആ നായ. അപ്പോൾ ഇത് കണ്ടിട്ട് ബോന്തിത്ത കടിക്കല്ലേ എന്നൊക്കെ പറയുന്നുണ്ട്. അവളൊരു പട്ടിക്കൊരു പേരൊക്കെ ഇട്ടിട്ടുണ്ടാവും, ബൂബു എന്നൊക്കെ ആ പട്ടീനെ വിളിക്കുന്നുണ്ടാവും. എന്നിട്ട് ബൂബു കടിക്കല്ലേ എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ആ നായ അയാളങ്ങനെ ഓടിക്കുകയാണ്. അപ്പോൾ അയാൾ പേടിച്ചിട്ട് അവിടെ നിന്ന് ഓടുന്നുണ്ട്. അപ്പോൾ ഓടിയിട്ട് ഹാളിലേക്ക് പോവാണ്. അപ്പോൾ ഹാളിലേക്ക് പോകുമ്പോൾ ത്രിലോചൻ അവിടെ ഇരിക്കുന്നുണ്ടാവും. അപ്പോൾ ഈ നായ പോയിട്ട് ഓടി ചെന്നിട്ട് ത്രിലോചൻ്റെ കാലിൻ്റെ അവിടെയും ഇരിക്കുന്നുണ്ടാവും. ത്രിലോചൻ അത് കണ്ടിട്ടുണ്ടാവില്ല. അപ്പോൾ ത്രിലോചൻ മാഷിനെ നോക്കിയിട്ട് ചിരിക്കുന്നുണ്ട്. എന്നിട്ട് അതിൻ്റെ കാലും പിന്നെ അവിടെ നല്ല സോഫ്റ്റ് ആണല്ലോ എന്ന് പറഞ്ഞിട്ട് തൊട്ട് നോക്കുമ്പോഴാവും അവിടെ നായക്കുട്ടീനെ കാണാം. അപ്പോൾ ഇത് കണ്ടിട്ട് ത്രിലോചൻ അയ്യോ എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് ഓടുന്നുണ്ട്. അപ്പോൾ ബോന്തിത്തയാണെങ്കിൽ ആ നായനെ പിടിക്കാൻ വേണ്ടിയിട്ട് ഓടുന്നുണ്ട്. അപ്പോൾ ഈ സമയത്താണ് അനിരുദ്ധ അങ്ങോട്ട് കയറി വരുന്നത്. അപ്പോൾ അനിരുദ്ധ കയറി വരുമ്പോൾ കാണുക ബോന്തിത്ത ആ നായക്കുട്ടീനെ പിടിച്ച് നിൽക്കുന്നതാവും. പിന്നെ സമ്പൂനെ കാണിക്കുന്നുണ്ട്. സമ്പൂരിനോട് സൗരഭിൻ്റെ അമ്മ പറയാണ്, നീ ഞങ്ങളെല്ലാവരെയും പറ്റിച്ചു അല്ലേ, നീ എല്ലാവരെയും പറ്റിച്ചിട്ട് നീ വെറുതെ നുണ പറയായിരുന്നു അല്ലേ, നീ ഗർഭിണിയാന്നൊക്കെ പറഞ്ഞിട്ട് അവൾ നന്നായിട്ട് എല്ലാവരെയും കൂടി ചീത്ത പറയുന്നുണ്ട്. പിന്നെ ഹവേലിനെയാണ് കാണിക്കുന്നത്. അപ്പോൾ അവിടെ അനിരുദ്ധ വരുമ്പോൾ ത്രിലോചൻ ഇങ്ങനെ ആകെ പേടിച്ചിട്ടൊക്കെ നിൽക്കുന്നുണ്ടാവുക. ബോന്തിയുടെ കയ്യിൽ നായക്കുട്ടി ഉണ്ടാവും. അപ്പോൾ ത്രിലോചന മുണ്ടോ കഴിഞ്ഞ് പോയിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ ഇത് കണ്ടിട്ട് ബിഹാരി ത്രിലോചനോട് പറയുന്നുണ്ട് മുണ്ടോ കഴിഞ്ഞ് പോയിട്ടുണ്ടെന്ന് പറയുമ്പോൾ ത്രിലോചനാണെങ്കിൽ ആകെ നായക്കുട്ടീനെ നന്നായിട്ട് പേടിച്ചിട്ട് നിൽക്കുകയാണ്. അപ്പോൾ അനിരുദ്ധിനോട് ആ മാഷി പറയാണ്, ഇവള് കാരണം ഇപ്പം എന്തൊക്കെ ഉണ്ടായി എന്നറിയോ, ഇപ്പോൾ ആ നായ എന്നെ കടിച്ചു കണ്ടില്ലേ എന്ന് പറഞ്ഞിട്ട് കൈ കാണിച്ചു കൊടുക്കുമ്പോൾ അനിരുദ്ധ് ഞെട്ടാണ്. കാരണം ആ നായ ആളുടെ കയ്യുമ്മ കടിച്ചിട്ട് ആ കയ്യുമ്മ ചോര വരുന്നുണ്ടാവും. അപ്പോൾ ഇത് കണ്ടിട്ട് അനിരുദ്ധ് നന്നായിട്ട് അവളെ ചീത്ത പറയുന്നുണ്ട്. നിന്നോട് ഞാൻ ഒന്ന് വികൃതി ഒന്ന് കാട്ടരുതെന്ന് പറഞ്ഞല്ലേ എന്ന് പറഞ്ഞിട്ട് അവൾ നന്നായിട്ട് ചീത്ത പറയുന്നുണ്ട്. എന്നിട്ട് അവളും പറയാണ്, ഇപ്പോൾ എനിക്ക് മനസ്സിലായി നീ ചീത്ത കുട്ടിയാണ്, നീ ഒരു വികൃതിയായിട്ടുള്ള കുട്ടിയാണെന്നൊക്കെ പറഞ്ഞിട്ട് അവളെ നന്നായിട്ട് ചീത്ത പറയാണ്. അവളുടെ ഒരു തരി ഒന്നും പറയാൻ വേണ്ടിയിട്ട് അവൻ അനുവദിക്കുന്നില്ല. അപ്പോൾ നായക്കുട്ടീനെ അവർ പുറത്താക്കിയിട്ടൊക്കെ ഉണ്ടാവും. അപ്പോൾ ബോന്തിത്ത പറയാണ്, ആ നായക്കുട്ടി എന്തുകൊണ്ട് ആളിനെ കടിച്ചെന്നറിയോ, ആളിന്നെ അടിച്ചു, അതുകൊണ്ടാണ് കടിച്ചത്. ആ നായക്കുട്ടിക്ക് ഞാൻ മരുന്നൊക്കെ തേച്ചു കൊടുത്തു, ആ സ്നേഹം കൊണ്ടാണ് അത് പോയിട്ട് ആ മാഷിനെ കടിച്ചത്. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ഉണ്ടായത് എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് പറയണേ, എൻ്റെ അമ്മ പറഞ്ഞിട്ടുണ്ട് ആർക്കെങ്കിലും എന്തെങ്കിലും വേദന പറ്റിയിട്ടുണ്ടെങ്കിൽ മരുന്ന് പരത്തി കൊടുക്കണം എന്നൊക്കെ എൻ്റെ അമ്മ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ആ നായക്ക് മരുന്ന് പരത്തി കൊടുത്തത്. അപ്പോൾ അതിനുള്ള നന്ദി ആ നായ കാണിച്ചു എന്ന് ബോന്തിത്ത അനിരുദ്ധിനോട് പറയാണ്. അപ്പോൾ ഇത് കേട്ടിട്ട് അനിരുദ്ധിന് നല്ല കുറ്റബോധം അടിക്കുന്നുണ്ട്. അപ്പോൾ ത്രിലോചൻ അനിരുദ്ധിനോട് പറയാണ്, അല്ല മരുമോൾ പറഞ്ഞത് ശരിയാണ്, നീ ഇത്ര നേരം എവിടെയായിരുന്നു, നീ നേരത്തെ വരേണ്ടതല്ലേ, അവളുടെ കൂടെ ഇരിക്കേണ്ടതല്ലേ, നീ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കാന്നൊക്കെ പറഞ്ഞതല്ലേ എന്നൊക്കെ ത്രിലോചൻ അവനോട് പറയുന്നുണ്ട്. എന്നിട്ട് ത്രിലോചൻ ബോന്തിത്തോട് പറയാണ്, ഇപ്പം ഇതാണ് സമയം, നീ ബോന്തിത്ത നീ ഇപ്പോൾ നിൻ്റെ പത്തിബാബുവിനോട് പറയും നിനക്ക് നല്ലൊരു കുടുംബിനിയായാൽ മതി, പഠിക്കൊന്നും വേണ്ട എന്ന് പറയുമ്പോൾ ബോന്തിത്ത പറയുന്നുണ്ട്, അത് തന്നെയാണ് നല്ലത്, എനിക്ക് പഠിക്കാനൊന്നും ഇഷ്ടമല്ല എന്ന് അനിരുദ്ധിനോട് പറയണം. അപ്പോൾ അനിരുദ്ധ അതിനൊരിക്കലും സമ്മതിക്കില്ല. അനിരുദ്ധ പറയാണ്, നീ പഠിക്കുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞിട്ട് അവൻ്റെ അതിൽ തന്നെ ഉറച്ച് നിൽക്കുകയാണ്, അവൻ പഠിപ്പിക്കും എന്ന് തന്നെ പറയാണ് അവളെ. പിന്നെ ബോന്തിത്ത സ്റ്റഡി റൂമിൽ മുഖം വീർപ്പിച്ചിട്ടിരിക്കാനാണ് കാണിക്കുന്നത്. അപ്പോൾ ഇത് കണ്ടിട്ട് അനിരുദ്ധ് വരുന്നുണ്ട്. അപ്പോൾ അനിരുദ്ധിനോട് അവൾ പറയുന്നുണ്ട്, നിങ്ങളോട് എനിക്ക് സംസാരിക്കാൻ തീരെ താല്പര്യമില്ല, ഞാൻ നല്ല ദേഷ്യത്തിലാണ് ഇരിക്കുന്നതെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അനിരുദ്ധ് പോയിട്ട് അവൾ ആ ചിരട്ട ഒരു കയറുകൊണ്ട് കെട്ടിയിട്ടുണ്ടാവില്ലേ, അപ്പോൾ അതെടുത്തിട്ട് കൊണ്ടുവന്നിട്ട് അവൾക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു ഭാഗം അവളിങ്ങനെ ചെവിയിൽ വെക്കുന്നുണ്ട്. അപ്പോൾ അവൻ അതിൽ കൂടെ പറയാണ്, ബോന്തിയുടെ അമ്മോട് പറയുന്ന രീതിയിലാണ് പറയണവൻ. കഴിഞ്ഞ ദിവസം അവളും അതേപോലെ തന്നെയല്ലേ അവനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അവളുടെ അമ്മ സംസാരിക്കണ പോലെയാണ് അവനോട് സംസാരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവൻ പറയാണ്, ബോന്തിത്തയുടെ അമ്മയെ ഞാൻ ബോന്തിത്തേനെ ഇന്ന് ഒരുപാട് ചീത്ത പറഞ്ഞു, അപ്പോൾ അതിന് മാപ്പ് ചോദിക്കണമൊക്കെ ഉണ്ടാവൻ. അപ്പോൾ അവളെ ഇന്ന് ഒരുപാട് ചീത്ത പറഞ്ഞല്ലോ, അപ്പോൾ അതിൻ്റെ കുറ്റവാദം കൊണ്ട് അവനോട് മാപ്പ് പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ വെച്ചിട്ടാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. എപ്പിസോഡ്സൊക്കെ വളരെ ലാഗായിട്ടാണ് പോകുന്നതെന്ന് അറിയാം. അവരൊക്കെ ഓരോ സീനും ഓരോ എപ്പിസോഡ്സ് ആയിട്ടാണ് എടുത്തേക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇതിലും ഷോർട്ടാക്കി പറയണമെന്നാണെങ്കിൽ അതൊന്ന് കമൻറ്റ് ചെയ്തിട്ട് പറയാം. അപ്പോൾ എപ്പിസോഡ്സ് വേഗം നീങ്ങും. അപ്പോൾ എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്തിട്ട് അഭിപ്രായം അറിയിക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. തുടർന്നുള്ള എപ്പിസോഡ്സ് ലഭിക്കാനായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.